ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ റേഷൻ കടകളിൽ നിന്ന് കിട്ടുന്ന കുത്തരി വെച്ചിട്ട് ഒരു ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അരി നന്നായിട്ട് കഴുകി വറുത്തെടുക്കണം. നല്ല ചീനച്ചട്ടിയിൽ വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. അരി പൊട്ടി ഈ ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോഴത്തേക്കും ഇത് പാകമാകുമ്പോഴത്തേക്ക് അരി നന്നായിട്ട് പൊട്ടിത്തുടങ്ങും, ഈ ബ്രൗൺ കളറാവും. എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതായത് ഈ അരി തണുത്തതിന് ശേഷമേ പൊടിച്ചെടുക്കാവൂ. നന്നായിട്ട് പൊടിയാൻ പാടില്ല. ഈ റവ മാവിൻ്റെയൊക്കെ പരുവത്തിന് പൊടിച്ചെടുക്കണം. അതായത് നല്ല തരിയും ആവാൻ പാടില്ല, എന്നാൽ നന്നായിട്ട് പൊടിയാനും പാടില്ല. അപ്പോൾ നമ്മളിവിടെ മാവ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിന് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന രീതികൾ കാണിക്കുന്നില്ല, കാരണം വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കടുക് വറുത്തിട്ട് കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടെ ഇട്ടിട്ട് കടുക് വറുത്തതിന് ശേഷം നമ്മുടെ മാവ് നന്നായിട്ട് വെള്ളം കലക്കി വെള്ളം ഒഴിച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് അതായത് ഒരു ലൂസ് പരുവം, എന്താ ഈ പരുവത്തിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് നമ്മുടെ കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടിട്ട് നമുക്ക് ഈ മിക്സ് നന്നായിട്ടിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിനാവശ്യത്തിന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മതി തേങ്ങ എടുക്കുക. തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് പാകമായതിനു ശേഷം വാങ്ങുക. ഇതാണ് നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.